ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റില് ഹെൻറി ഫെവോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ 14 പ്രിൻസിപ്പിളില് 5 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. 5 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഇനി 6ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പോവാം. Subordination of individual interest to general interest. Subordination of individual interest to general interest എന്നാണ് പറയുന്നത്. Subordination എന്ന് പറയുമ്പോൾ കീഴടങ്ങൽ അല്ലെങ്കിൽ വഴിപ്പെടൽ, വഴങ്ങൽ എന്നൊക്കെ പറയാം. ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് വ്യക്തി താല്പര്യം കീഴടങ്ങുന്നു. ഏതിനാണ്? ടു ജനറൽ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യത്തിന് കീഴടങ്ങുന്നതാണ്. വ്യക്തി താല്പര്യം പൊതുവായ താല്പര്യത്തിന് കീഴടങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്റർപ്രൈസിനെ സംബന്ധിച്ച് ആ എന്റർപ്രൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, എന്റർപ്രൈസിനെ സംബന്ധിച്ച് എന്റർപ്രൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. An organization is superior to individuals. Every organization is superior to individuals എന്ന് പറയാം. Primary importance goes to organization and secondary importance goes to ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷനാണ് പരമ പ്രാധാന്യം. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷനാണ്. അതേസമയം വ്യക്തികൾക്ക് രണ്ടാമത്തെ പ്രാധാന്യമേ ഉള്ളൂ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തികൾക്ക് ആ ഓർഗനൈസേഷനിൽ there are so many persons in an organization, they have only secondary importance എന്നുള്ളതാണ്. അവർക്ക് രണ്ടാമത്തെ പ്രാധാന്യം ഉള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രാധാന്യം എപ്പോഴും ഏതിനാണുള്ളത്? പ്രൈമറി ഇമ്പോർട്ടൻസ് എപ്പോഴും ഏതിന് പോകും? ഓർഗനൈസേഷൻ പോകും. സെക്കൻഡറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വ്യക്തികൾക്ക്. അങ്ങനെ ആയിരിക്കണം ഒരു സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അതായത് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? വ്യക്തികൾക്കല്ല പ്രാധാന്യം, ഓർഗനൈസേഷനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തികൾക്കല്ല പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അതായിരിക്കും ചിലപ്പോൾ ശരി എന്നുള്ളത് വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും. പക്ഷേ ഓർഗനൈസേഷന്റെ അഭിപ്രായം, മൊത്തത്തിൽ ഓർഗനൈസേഷൻ അഭിപ്രായം എന്ന് പറയുന്നത് അയാൾ പറഞ്ഞ അഭിപ്രായത്തെക്കാളും എതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോഴ് അയാളുടെ അഭിപ്രായം, ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ശരിയായ അഭിപ്രായമെങ്കിലും ഓർഗനൈസേഷന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ആ വ്യക്തിയുടെ അഭിപ്രായമെങ്കിൽ അത് ഒഴിവാക്കി മുമ്പോട്ട് പോകണം. ഒരു വീട്ടില് അച്ഛൻ, അമ്മ, 2 മക്കൾ ഉണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ ഒരു അഭിപ്രായം പറയപ്പോഴ് അത് ശരിയായ ഒരു അഭിപ്രായമാണ്. പക്ഷെ ബാക്കി 3 പേര് ആ അഭിപ്രായത്തിന് എതിരായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോഴ് വീടിന്റെ മാനേജ്മെന്റ്, വീടിന്റെ സുഗമമായ നടത്തിപ്പിന് ഏറ്റവും നല്ലത് എന്താണ്? പൊതു താല്പര്യത്തിന് വ്യക്തി താല്പര്യം വഴിപ്പെടണം. നല്ല രീതിയിൽ ആ വീടിന്റെ മാനേജ്മെന്റ് നടക്കണമെങ്കിൽ അച്ഛന്റെ അഭിപ്രായമാണ് ശരിയെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായത്തിന് വഴിപ്പെടുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറയുന്ന പോലെ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോഴ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് എപ്പോഴും വ്യക്തി താല്പര്യത്തിനല്ല പ്രാധാന്യം എന്നുള്ളതാണ്. ഇനി 7ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്ന റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്നുള്ളതാണ്. ദി റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി ഫെയർ എന്നുള്ളതാണ് പറയുന്നത്. റീസണബിൾ റെമ്യൂണറേഷൻ ഷുഡ് ബി ഗിവൺ ടു എംപ്ലോയീസ്. സിമിലർലി ഇറ്റ് ഷുഡ് ബി ഫെയർ. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിതിൻ ദി control of that organization. An enterprise should give a reasonable remuneration to employees. The remuneration of employees should be fair and reasonable എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എപ്പോഴും ഫെയർ ആയിരിക്കണം, നല്ല പ്രതിഫലം കൊടുക്കണം, അതുപോലെ ന്യായമായ പ്രതിഫലം കൊടുക്കണം എന്നുള്ളതാണ്. സ്ഥാപനം മുമ്പോട്ട് പോകണമെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രതിഫലം എപ്പോഴും നല്ലതായിട്ടുള്ള മെച്ചപ്പെട്ട പ്രതിഫലമായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ന്യായമായ പ്രതിഫലമായിരിക്കണം എംപ്ലോയീസിന്. അവന്റെ എഫർട്ടിന്, അവന്റെ പ്രയത്നത്തിന്
അനുസരിച്ചുള്ള പ്രതിഫലം തീർച്ചയായിട്ടും മാനേജ്മെന്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് we can go to centralization and decentralization. There are 3 levels of management in an organization. What are the 3 levels? Top management, middle management, and supervisory management. Top, middle, and supervisory management. Supervisory അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ഇങ്ങനെ 3 ലെവലാണ് ഉള്ളത് അല്ലെ. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഉണ്ട്, സൂപ്പർവൈസറി മാനേജ്മെന്റ് ഉണ്ട്. What is centralization? Centralization means a concentration of decision making authority in top management. Then what is decentralization? Decentralization means dispersal of decision making authority in the lower levels of management. Lower levels എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് രണ്ടും ലോവർ ലെവൽസിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ സൂപ്പർവൈസറി ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നു. ശരിക്കും പറയേണ്ടത് സൂപ്പർവൈസറി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്നാണ്. പിന്നെ വേണമെങ്കിൽ ബോട്ടം ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷെ കൂടുതൽ ശരി സൂപ്പർവൈസറി അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ആണ്. ഇപ്പോഴേ ലോവർ ലെവൽസ് എന്ന് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ മിഡിലും സൂപ്പർവൈസറിയും ലോവർ ലെവൽസിൽ വരുന്നത്. അതുകൊണ്ടാണ് മറ്റേത് അത്ര കറക്റ്റ് അല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും ലോവർ ലെവൽസിൽ വരും. അപ്പോഴേ ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടോപ്പ് മാനേജ്മെന്റിൽ കേന്ദ്രീകരിച്ചിരുന്നാൽ അവരൊക്കെയാണ് തീരുമാനം എടുക്കുന്നതിനുള്ള പവർ അവർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. Then what is decentralization? Dispersal of decision making authority in the lower levels of management. ഈ ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? അധികാരം, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ലോവർ ലെവലിലേക്ക് വികേന്ദ്രീകരിച്ചാൽ, ഇവർക്ക് കൂടി അധികാരം കൊടുത്തു കഴിഞ്ഞാൽ, മിഡിൽ മാനേജ്മെന്റ് സൂപ്പർവൈസറിക്കൊക്കെ തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെൻട്രലൈസേഷൻ refers to concentration of decision making authority in the top management, and decentralization refers to dispersal of decision making authority in the lower levels of management. But there should be a balance between centralization and decentralization. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കീഴ്ഘടകങ്ങൾക്ക് എല്ലാ അധികാരവും കൊടുത്തു എന്ന് വിചാരിച്ചോ, തീരുമാനം എടുക്കുന്നതിനുള്ള പവർ കീഴ്ഘടകങ്ങൾക്ക്, കീഴ്ത്തട്ടുകാർക്ക് എന്ന് പറയാൻ മിഡിലും സൂപ്പർവൈസറിക്കും കൊടുത്തു എന്ന് വിചാരിച്ചോ. എന്നാൽ ഒരു ബാലൻസ് ഉണ്ടാവണം. തലയിരിക്കുമ്പോഴേ വാലാടരുത് എന്ന് പറയുന്നത് പോലെ ഈ ടോപ്പ് മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഇവര് തീരുമാനം എടുക്കാൻ, ലോവർ ലെവൽസ് തീരുമാനം എടുക്കാൻ. There should be a balance between centralization and decentralization എന്നുള്ളതാണ്. അടുത്തത് സ്കെയിൽ ഓഫ് ചെയിൻ ആണ്. സ്കെയിൽ ഓഫ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ ഓഫ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് an organization consists of superiors and subordinates. There are so many superiors, there are so many subordinates in an organization. Can you give any example for superiors? Marketing manager, purchase manager, financial manager, all these persons are considered as superiors. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ മേലുദ്യോഗസ്ഥരുമുണ്ട്, കീഴുദ്യോഗസ്ഥരുമുണ്ട്. എന്താണ് സ്കെയിൽ ഓഫ് ചെയിൻ എന്ന് പറഞ്ഞാൽ? ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി. ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി. Formal lines of authority from the highest rank to the lowest rank. ഉയർന്ന റാങ്കിൽ നിന്ന് താഴ്ന്ന റാങ്കിലേക്കുള്ള ഒരു ശ്രേണി, ആ ഫോർമൽ ലൈൻ, ഔപചാരിക അധികാര രേഖ, ഔപചാരിക അധികാര രേഖ, ആ രേഖയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ ഓഫ് ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തി, ഇപ്പൊ നിങ്ങളെ സ്കൂളിനെ സംബന്ധിച്ച്
അല്ലെങ്കിൽ കോളേജിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന വ്യക്തി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന് താഴെ വൈസ് പ്രിൻസിപ്പൽ കാണും. വൈസ് പ്രിൻസിപ്പലിന് താഴെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സ് കാണും. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ മേധാവികൾ, ഓരോ വകുപ്പിന്റെയും മേധാവികൾ. അതായത് ഒരു കോളേജിനെ സംബന്ധിച്ച് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, മലയാളം ഡിപ്പാർട്ട്മെന്റ്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് കാണും. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് എന്ന് പറയാം. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ കീഴിലാണ് അവിടുത്തെ ലെക്ചറേഴ്സ്, കോളേജ് അധ്യാപകർ പ്രവർത്തിക്കുന്നത്. അപ്പോഴും നമുക്ക് ഏറ്റവും ഉയർന്ന ആള് അതിന് കോളേജിലെ പ്രിൻസിപ്പൽ, അതിന് തൊട്ട് താഴെ വൈസ് പ്രിൻസിപ്പൽ, അതിന് തൊട്ട് താഴെ ഡിപ്പാർട്ട്മെന്റിലെ മേധാവികൾ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, അതിന് താഴെ ആര് വരുന്നു? ലെക്ചറേഴ്സ് വരുന്നു. ഉണ്ടോ? അപ്പോൾ ഉയർന്ന റാങ്കിൽ നിൽക്കുന്നത് തൊട്ട് താഴ്ന്ന റാങ്കിലേക്കുള്ള ആ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി, ഔപചാരിക രേഖ, അതാണ് സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ഉയർന്ന ആള് സബ് ഇൻസ്പെക്ടർ, എസ് ഐക്ക് തൊട്ട് താഴെ ഉള്ള ആള് ASI, അഡീഷണൽ SI, അല്ലെ? അത് കഴിഞ്ഞ് ഈ പോലീസ് ഓഫീസേഴ്സിന്റെ എല്ലാം ഹെഡ് ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആണ്. മുമ്പ് കോൺസ്റ്റബിൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിപ്പോ മാറി പോലീസ് ഓഫീസേഴ്സ് ആയി. അപ്പോഴേ ഹെഡ് ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആണ്. ഹെഡ് ഓഫ് പോലീസ് ഓഫീസേഴ്സിന്റെ താഴെ പോലീസ് ഓഫീസേഴ്സ്, അതായത് പഴയ കോൺസ്റ്റബിൾസ്, പോലീസുകാർ, ഇങ്ങനെ. അപ്പോഴ് ഇതും എന്താണ്? സ്കെയിലർ ചെയിൻ എന്ന് പറയാം. സ്കെയിലർ ചെയിൻ എന്ന് പറയാം. അപ്പോഴും ഈ സ്കെയിലർ ചെയിനെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇവിടെ സ്കെയിലർ ചെയിൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പറയാം, an enterprise, an organization consists of superiors and subordinates. Scalar chain refers to formal lines of authority from the highest rank to the lowest one. Lowest rank വരെയുള്ള ആ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി. ഇപ്പോഴ് ഈ സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത് രണ്ട് പ്രകാരത്തിൽ പ്രവർത്തിക്കുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ ചെയിൻ ഓഫ് കമാൻഡ് ആസ് വെൽ ആസ് എ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചെയിൻ ഓഫ് കമാൻഡ് ആയിട്ടും പ്രവർത്തിക്കും, ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ A എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ, അല്ലെങ്കിൽ S എന്ന് കൊടുക്കാം, S സുപ്പീരിയർ. പിന്നെ അതിന് താഴെ A, അതിന് താഴെ B, ഇങ്ങനെ, അതിന് താഴെ C, ഇങ്ങനെ. അതുപോലെ ഇങ്ങനെ താഴ്ന്നു വരുന്ന ആ റാങ്ക് അനുസരിച്ച്, അതായത് ഉയർന്ന റാങ്കിൽ നിന്ന് താഴ്ന്ന റാങ്കിലേക്ക് വരുന്ന അധികാര രേഖയാണ് സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത്. അത് ഏതുപോലെ പ്രവർത്തിക്കുന്നു? ചെയിൻ ഓഫ് കമാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്നു, ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടും പ്രവർത്തിക്കുന്നു. അതായത് ഇപ്പൊ പ്രിൻസിപ്പൽ ആണ് ഓർഡർ ആർക്ക് കൊടുക്കുന്നത്? വൈസ് പ്രിൻസിപ്പലിന്. വൈസ് പ്രിൻസിപ്പൽ ആണ് ഓർഡർ ആർക്ക് കൊടുക്കേണ്ടത്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സിന്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഓർഡർ ആർക്ക് കൊടുക്കുന്നത്? ലെക്ചറേഴ്സിന് കൊടുക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ആണ് ഓർഡർ ആർക്ക് കൊടുക്കുന്നത്? അഡീഷണൽ SIക്ക്, ASIക്ക്. ASI ആണ് യഥാർത്ഥത്തിൽ ഓർഡർ ആർക്ക് കൊടുക്കേണ്ടത്? ഹെഡ് ഓഫ് പോലീസ് ഓഫീസേഴ്സ്, അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഹെഡ് ഓഫ് ദി പോലീസ് ഓഫീസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പോലീസ് ഓഫീസേഴ്സിന് ഓർഡർ കൊടുക്കുന്നത്. അപ്പോഴ് ഇത് ആശയവിനിമയം ചെയ്യേണ്ട ഒരു രേഖയായിട്ടും അതേപോലെ തന്നെ എന്തായിട്ടും പ്രവർത്തിക്കുന്നു? ഓർഡർ കൊടുക്കേണ്ട ഒരു ചെയിൻ ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നു. സ്കെയിലർ ചെയിൻ പ്രവർത്തിക്കുന്നു. അത് മറന്നു പോകുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ഓർഡർ. Order means arrangement of things. Order refers to arrangement of things, and placement of people എന്ന് നമുക്ക് പറയാം. Arrangement of things and placement of people. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ arrangement of things and placement of people. Arrangement of things എന്ന് പറയുമ്പോൾ അതിന് വേറെ രീതിയിൽ നമുക്ക് പറയാം. ഓർഡർ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? മെറ്റീരിയൽ ഓർഡർ, അതുപോലെ പിന്നെന്താണ്? സോഷ്യൽ ഓർഡർ. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മെറ്റീരിയൽ ഓർഡറും ഉണ്ട്, സോഷ്യൽ ഓർഡറും ഉണ്ട്. ഈ മെറ്റീരിയൽ ഓർഡർ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് എന്ന് അറിയപ്പെടുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് എന്ന് നമുക്ക് പറയാം. അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ്. അതുപോലെ സോഷ്യൽ ഓർഡർ ആണ് എന്ത് അറിയപ്പെടുന്നത്? പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത്.
പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ. പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ കാര്യങ്ങൾ ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഇപ്പൊ മെഷീൻസും മെറ്റീരിയൽസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്ര മെഷീൻസ് വേണം, ഇത്ര മെറ്റീരിയൽസ് വേണം. ഇനി പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസും മെഷീൻസും ഉപയോഗിക്കുന്നതിന് ആളുകൾ വേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ യോജിച്ച ആളിനെ കണ്ടെത്തി നിയമിക്കണം. പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ. ഇത് രണ്ടുമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഓർഡർ അല്ലെങ്കിൽ ക്രമം എന്ന് പറയാം. ക്രമം, ഒരു ക്രമം. അപ്പോഴ് ഓർഡർ എന്തായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. Order can be classified into two categories: material order and social order. What is order? Order means arrangement of things and placement of people. Arrangement of things is known as material order. Placement of people is called social order. There should be a right place for everything and everyone. എല്ലാവർക്കും എന്താണ് ശരിയായ ഒരു സ്ഥാനമുണ്ട്. There should be a right place for everything and everyone. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഓർഡർ അനുസരിച്ച്, അതായത് ഒരു സ്ഥാനമുണ്ട്. ഓരോ വ്യക്തിക്കും സ്ഥാപനത്തില് അവരുടേതായ ഒരു സ്ഥാനമുണ്ട്. ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത പ്രിൻസിപ്പിൾ നോക്കണം. ഇക്വിറ്റി എന്നാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോഴേ എന്താണ്? ഇക്വിറ്റി മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ് എന്ന് പറയാം. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ജസ്റ്റിസ് നീതീകരണം എന്ന് പറയാം. ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ്, അത് സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. കൈൻഡ്ലിനെസ് എന്ന് പറയുന്ന കാര്യം തന്നെ. കൈൻഡ്ലിനെസ് എന്ന് പറയുമ്പോഴേ എന്താണ്? അതായത് ദയാപരമായ ഒരു സമീപനമാണ്. കൈൻഡ്നെസ് എന്ന് പറയാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ് എന്നാണ് ഏതിന്റെ അർത്ഥം? ഇവിടെ ഇക്വിറ്റിയുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഒരു സ്ഥാപനത്തിലെ മാനേജർ ആരുമായിട്ട് പ്രവർത്തിക്കുന്നു? സബോർഡിനേറ്റ്സ് ഉണ്ട്. A manager may have so many subordinates. Similarly, there are so many workers. അപ്പോൾ ഈ വർക്കേഴ്സിനോടുള്ള പെരുമാറ്റം, അതുപോലെ സബോർഡിനേറ്റ്സിനോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ്? വർക്കേഴ്സിനോടും അതുപോലെ സബോർഡിനേറ്റ്സിനുമുള്ള പെരുമാറ്റം ഏതാണ്ട് തുല്യമായ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം. ഫേവറിറ്റിസം ഷുഡ് ബി അവോയ്ഡഡ്. ആരോടെങ്കിലും പ്രത്യേക മമത മാനേജ്മെന്റ് കാണിക്കരുത്. ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്. അപ്പോഴ് ഏതെങ്കിലും വ്യക്തികളോട് പ്രത്യേക മമതയുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റാഫിന് അത് തോന്നരുതെന്നാണ്. മാനേജ് ചെയ്യുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരെയും സമമായിട്ട് കാണണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മാനേജേഴ്സ് ഷുഡ് ഹാവ് കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ് among workers and subordinates. Favoritism should be avoided. All workers should be treated as equal. എല്ലാ ജോലിക്കാരെയും എല്ലാ സ്റ്റാഫിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ആരോടെങ്കിലും പ്രത്യേക മമത പാടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്. അപ്പോഴേ ഏതെങ്കിലും ആളുകളോട് പ്രത്യേക മമത മാനേജ്മെന്റ് കാണിക്കുന്നതായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ള വർക്കേഴ്സിന്റെ എന്തുണ്ടാകും? മോട്ടിവേഷൻ കുറഞ്ഞു വരും. നമ്മൾ എത്ര വർക്ക് ചെയ്താലും മാനേജ്മെന്റ് അത് ശ്രദ്ധിക്കുന്നില്ല, വേറെ ചിലരെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊരു തോന്നൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ക്രിക്കറ്റ് ടീമില്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമില് മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമാണത്. എന്താണ്? ഈ പൊതുവെയുള്ളൊരു പരാതിയായിരുന്നു, ക്യാപ്റ്റൻ ചിലരോട് മാത്രം, ചില പ്ലേയേഴ്സിനോട് മാത്രം ഫേവറിറ്റിസം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴ് ബാക്കിയുള്ള പ്ലേയേഴ്സ് ആത്മാർത്ഥമായിട്ട് കളിക്കുന്നതിന് തയ്യാറാകുന്നില്ല. അപ്പോഴ് അവിടെയും കണ്ടില്ലേ, മാനേജ്മെന്റ്, ക്രിക്കറ്റ് ടീമിന്റെ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടത് ഫേവറിറ്റിസം ഒഴിവാക്കണം എന്നുള്ളതാണ്. അതാണ് ഇക്വിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അടുത്ത നോക്കുക, സ്റ്റെബിലിറ്റി ഓഫ് എ പേഴ്സണൽ എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി ഓഫ് എ പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി. ദി പേഴ്സണൽ ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി ഓഫ് ദെയർ ടെനർ. അതായത് ഉദ്യോഗസ്ഥർക്ക്
ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടെനർ. അതായത് ഔദ്യോഗിക കാലാവധിയാണ് ടെനർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും ഔദ്യോഗിക കാലാവധിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫ്രീക്വന്റ് ട്രാൻസ്ഫർ മേ റെഡ്യൂസ് their motivation. It also reduces their productivity and so on. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഒരാള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 3 മാസം കഴിയുമ്പോഴേ അയാളെ ആ സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്ക് മാറ്റി. അപ്പോഴേ വീണ്ടും എന്ത് സംഭവിക്കുന്നു? അയാൾ ആ ജോലിയിൽ പുതിയ ആളാണ്. അപ്പോഴേ ആ ജോലി അയാൾ പഠിച്ച് വരേണ്ടിയിരിക്കുന്നു. ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും അയാളെ മാറ്റി വേറൊരു സെക്ഷനിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഫ്രീക്വന്റ് ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് മേ റെഡ്യൂസ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ് എന്ന് പറയാം. അവർക്ക് ആ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ കാര്യക്ഷമത കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ പറയേണ്ടത്. സ്റ്റെബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഉദ്യോഗസ്ഥർക്ക് ആ ഔദ്യോഗിക കാലാവധിയിൽ സ്ഥിരത എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ നമ്മൾ എന്തൊക്കെ ഓർക്കണം? പേഴ്സണൽ ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി ഓഫ് ദെയർ ടെനർ. പേഴ്സണിന് തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. പേഴ്സൺ ഷുഡ് ഔദ്യോഗിക കാലാവധിയിൽ സ്ഥിരത എന്നുള്ളതാണ്. പേഴ്സണൽ ഷുഡ് ഹാവ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. അവർക്ക് ഔദ്യോഗിക സ്ഥിരത, ഔദ്യോഗിക കാലാവധിയിൽ സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ബി ഗിവൺ റീസണബിൾ ടൈം ടു ഷോ ദെയർ റിസൾട്ട്. ഫ്രീക്വന്റ് ട്രാൻസ്ഫർ റെഡ്യൂസസ് ദെയർ പ്രൊഡക്ടിവിറ്റി. അവർക്ക് അവരുടെ റിസൾട്ട് കാണിക്കുന്നതിന് ആവശ്യമായ സമയം കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥന് റിസൾട്ട് കാണിക്കുന്നതിന് ആവശ്യമായ സമയം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോഴ് അത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ അടുത്തായിട്ട് വരുന്ന ഒന്നാണ്. ഇനി 13ാമത്തെ പ്രിൻസിപ്പിളില് നമ്മൾ പറയുന്നത് ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. ഇനിഷ്യേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം മുൻകൈ എടുക്കൽ എന്നാണ്. മുൻകൈ എടുക്കൽ. അപ്പോഴ് ഇനിഷ്യേറ്റീവ് എന്ന മാനേജ്മെന്റ് തത്വത്തില് ഉദ്ദേശിക്കുന്നതാണ് എന്താണ്? അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം he should be given freedom. An employee should be given freedom. Initiative means the freedom to think and execute a plan എന്നുള്ളതാണ്. ഒരു എംപ്ലോയിക്ക് ചിന്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ആൻഡ് എക്സിക്യൂട്ട് എ പ്ലാൻ. ആ പ്ലാൻ നടപ്പിലാക്കുന്നതിന് എങ്ങനെ എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ്. ജോലി മാനേജ്മെന്റ് കൊടുക്കും. മാനേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്നത് എംപ്ലോയിയുടേതായ സ്റ്റൈലിലായിരിക്കും ജോലി ചെയ്യുന്നത്. അതിലെ മാനേജ്മെന്റ് കൈകടത്തരുത് എന്നുള്ളതാണ്. അതായത് അയാൾക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കണം. എന്തിനാണ്? ആ പ്ലാൻ നടപ്പിൽ വരുത്തുന്നതിന് അയാൾക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കണം. കിരീടം എന്ന സിനിമയില് സിബി മലയില് നിങ്ങൾ കണ്ടാണ്, ഒരു പഴയ സിനിമയാണ് കിരീടം എന്ന് പറയുന്ന സിനിമ. ടിവിയിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതില് സിബി മലയിൽ, അതായത് ഫിലിം ഷൂട്ട് ചെയ്ത സമയത്ത് അതിന്റെ ഡയറക്ടർ സിബി മലയില് എല്ലാ സ്വാതന്ത്ര്യം മോഹൻലാലിന് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു ചന്തയില്, മാർക്കറ്റില് ഒരു കാളവണ്ടിയുടെ ചക്രത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന, ഒരു സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ് ചാരിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ സിബി മലയിൽ അങ്ങനെ ചാരി ഇരിക്കാനേ പറയുള്ളൂ. പക്ഷെ ആ സിനിമ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിൽ മോഹൻലാൽ ചെറുതായിട്ട് ഇങ്ങനെ ചവയ്ക്കുന്നതായിട്ട്, ചൂയിങ്കം ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നതായിട്ട് കാണാം. അപ്പോഴേ വേറെ ഏതെങ്കിലും ഡയറക്ടർ ആണെങ്കിൽ ഉടനെ തന്നെ കട്ട് പറയും. പക്ഷെ സിബി മലയിൽ കട്ട് പറഞ്ഞില്ല. മോഹൻലാലിന് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. മോഹൻലാൽ അറിയാതെ തന്നെ ചെയ്ത ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചവച്ച് ചെറുതായിട്ട് ചുണ്ടാക്കി അനക്കിയിരിക്കുന്നത്. അപ്പോഴേ നോക്ക്, അവിടെ സംവിധായകൻ സർവ്വസ്വാതന്ത്ര്യം ആർക്ക് വിട്ടുകൊടുത്തു? മോഹൻലാലിന് വിട്ടുകൊടുത്തു. അപ്പോൾ ആ ഫിലിമിന്റെ മാനേജ്മെന്റില് സർവ്വസ്വാതന്ത്ര്യം ആർക്ക് കൊടുത്തിരിക്കുന്നു? മോഹൻലാലിന് കൊടുത്തു. അതുപോലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇനിഷ്യേറ്റീവ്, മുൻകൈ എടുക്കൽ. ക്ലിയർ ആയല്ലോ അത്? ഇനി 14ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പോകാം. 14ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്നാണ്. 14 പ്രിൻസിപ്പിൾസില് എസ്പ്രിറ്റ് ഡി കോർപ്സ്, എസ്പ്രിറ്റ് ഡി കോർപ്സ് ലാറ്റിൻ ഫ്രേസ് ആണ്. എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് there should be harmony among workers. Management should take all steps to increase harmony and cooperation among workers.
among subordinates. എല്ലായ്പ്പോഴും മാനേജ്മെന്റ് എന്തിനു വേണ്ടി ശ്രമിക്കണം? അതായത് സ്വരച്ചേർച്ച അല്ലെങ്കിൽ കോപ്പറേഷൻ എംപ്ലോയീസിനിടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ്. മാനേജ്മെന്റ് എല്ലായ്പ്പോഴും സഹകരണം എംപ്ലോയീസിനിടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഒരു മാനേജർ he should replace the word I with we in all his conversations with his subordinates, with his employees എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഹിന്ദി ഫയൽ പ്രത്യേകം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. A manager should replace the word I with we in all his conversations with the workers to promote a team spirit and a cooperation among workers. ഒരു മാനേജർ എംപ്ലോയീസിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റില് പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് എംപ്ലോയീസിനോട് സംസാരിക്കുന്നത്. എംപ്ലോയീസിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, അടുത്ത വർഷം ഇങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, എന്റെ അഭിപ്രായം അതാണ്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഹെൻറി ഫെയർ പറയുന്നത്. ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കണമെന്നാണ്. നമ്മൾ അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന ഇന്ന പ്രോഡക്റ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. നമ്മൾക്ക് ഈ വർഷം, എനിക്ക് എന്നല്ല, നമ്മൾക്ക് ഈ വർഷം ഇത്രയും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അടുത്ത വർഷം ഇങ്ങനെ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചു തരാൻ നമ്മൾ കൊണ്ടാകും, നമുക്ക് ആ ടാർഗറ്റിൽ എത്തിച്ചേരണം. നമ്മൾക്ക് എന്നാണ് പറയുന്നത്, അല്ല എനിക്ക് ആ ടാർഗറ്റിൽ എത്തിച്ചേരണമെന്ന് നല്ലൊരു മാനേജർ പറയില്ല. അങ്ങനെ നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില പാർട്ടി പ്രവർത്തകർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ന് പറയാണ് സംസാരിക്കുന്നത്. അപ്പോഴ് അതെന്തിനു വേണ്ടിയാണ്? അത് നല്ലൊരു കാര്യമാണ്, ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. അവിടെ ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ്? ഹെൻറി ഫെയർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന പോയിന്റിൽ നമുക്ക് പറയാം എന്താണ്? The management should take all steps to increase team spirit and cooperation among employees. He should take a good manager should take all steps to increase cooperation among employees or team spirit among employees. He should replace the word I with we in his conversations with whom? With his employees. For what? For increasing cooperation among them. എപ്പോഴും സംസാരിക്കുമ്പോൾ ഐ എന്ന വാക്ക് വി എന്ന വാക്ക് കൊണ്ട് മാറ്റണം. ഐ എന്ന വാക്ക് ഏതുകൊണ്ട് മാറ്റണം? വി എന്ന വാക്ക് കൊണ്ട് മാറ്റണം. അതെന്തിനു വേണ്ടിയാണ്? സഹകരണം എംപ്ലോയീസിനിടയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അറിയാമല്ലോ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. ഇതിനേക്കാളും വ്യക്തി താല്പര്യത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നത് ഓർഗനൈസേഷന്റെ താല്പര്യം. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, അവിടെ പറയുന്നത് എംപ്ലോയീസിന് നല്ല പ്രതിഫലം കൊടുക്കണമെന്ന് കാര്യം പറയും. അതുപോലെ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ അറിയാം. ടോപ്പ് മാനേജ്മെന്റിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോവർ ലെവൽസിൽ അധികാരം വികേന്ദ്രീകരിച്ചിരിക്കുന്നു. സ്കെയിൽ ഓഫ് ചെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ദി ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ദി ലോവസ്റ്റ് വൺ. ഓർഡർ അറിയാം രണ്ട് വിധത്തിൽ, മെറ്റീരിയൽ ഓർഡർ, സോഷ്യൽ ഓർഡർ. മെറ്റീരിയൽ ഓർഡർ മീൻസ് അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ്, സോഷ്യൽ ഓർഡർ മീൻസ് പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ. ദെൻ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ നമുക്കറിയാം മാനേജർ ഷുഡ് അവോയ്ഡ് ഫേവറിറ്റിസം. ആൾ employees should be considered as equal. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. സ്റ്റെബിലിറ്റി ഓഫ് അഫയേഴ്സ് അറിയാം. അതുപോലെ ഇനിഷ്യേറ്റീവ്, ഏറ്റവും അവസാനം പറയുന്നത് എസ്പിരിറ്റ് ഡി കോസ്. വേറെയല്ലോ. ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നത് സ്കെയിലർ ചെയിനിനെ കുറിച്ച് പറഞ്ഞു. ആ സ്കെയിലർ ചെയിനിൽ അതിന് അനുബന്ധമായിട്ട് വരുന്ന വേറൊരു കാര്യമുണ്ട്, അതിനെ പറയുന്നത്. അപ്പോഴേ 14 പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊണ്ട് എസ് എ കംപ്ലീറ്റ് ആയി. എസ് ഐയില് സാധാരണ ഇതിൽ ചോദിക്കുന്നത് ഒരു 8 പ്രിൻസിപ്പിൾസ് എഴുതാനായിരിക്കും. ഏതെങ്കിലും 8 പ്രിൻസിപ്പിൾസ് എഴുതുക എന്ന് പറയാനായിരിക്കും. 14 പ്രിൻസിപ്പിൾസ് കൂടി എസ് ഐ ചോദിക്കാൻ ഇടയില്ല. കാരണം 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആകുമ്പോൾ 14 പ്രിൻസിപ്പിൾസ് എഴുതണമെങ്കിൽ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് 8 പ്രിൻസിപ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. ബാക്കി എല്ലാം ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോഴേ ഇവിടെ ഈ പ്രിൻസിപ്പിൾസ് എഴുതുമ്പോഴ് ഏതിലാണ് ഈ സ്കെയിലർ ചെയിൻ എഴുതുമ്പോഴ് ഈ പറയുന്ന കാര്യം സ്കെയിലർ ചെയിനുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് ഗാങ് പ്ലാങ്ക് എന്നാണ്. ഗാങ് പ്ലാങ്ക് എന്ന് പറയാം. ഗാങ് പ്ലാങ്ക്. ഗാങ് പ്ലാങ്ക് ആണ്, അല്ല ഗാങ് പ്ലാങ് അല്ല. പലരും തെറ്റിച്ചങ്ങനെ എഴുതാറുണ്ട്. ഗാങ് പ്ലാങ്ക് എന്നാണ്. അപ്പൊ ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ സ്കെയിലർ ചെയിൻ അനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ ഒരു കാര്യം പറയും നേരത്തെ. ഇവിടെ സ്കെയിലർ ചെയിൻ അനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആള് താഴ്ന്ന ലെവലില് ഏറ്റവും തൊട്ടടുത്ത ലെവലിൽ നിൽക്കുന്ന ആളിന് ഓർഡർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാള് അതിനടുത്ത ലെവലിൽ നിൽക്കുന്ന ആളിന് ഓർഡർ കൊടുക്കുന്നു. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചാർട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം. അതായത് നേരത്തെ വരച്ച പോലത്തെ ചാർട്ട് തന്നെ. അതില് എ എന്ന് പറയുന്ന സുപ്പീരിയർ, അത് കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് സി, അത് എത്ര ആണെങ്കിലും എഴുതാം, ഡി, അത് കഴിഞ്ഞ് ഇ. നിങ്ങള് നോട്ട്സില് ഞാൻ എഫ് വരെ തന്നിട്ടുണ്ട് കേട്ടോ. എഫ് വരെ ഇവിടെയും വരച്ചേക്കാം. എഫ് ഇതിങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരയ്ക്കാം. ഈ ലെറ്റേഴ്സ് കൊടുക്കുമ്പോഴേ എക്ക് വരെ എസ് എന്ന് കൊടുക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ എൽ, എം, എൻ, ഒ, അതുപോലെ പി. ഇവിടെ ഈ എക്സാമ്പിളില് there are two lines of authority. One is from A to F and another is from A to P. ഇങ്ങനെ രണ്ട് ലൈൻസ് ഓഫ് അതോറിറ്റി തന്നിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ആ ഉയർന്ന ഉദ്യോഗസ്ഥന് കീഴിൽ ഒരാൾ മാത്രമല്ല ചിലപ്പോഴേ താഴ്ന്ന ലെവലിൽ നിൽക്കുന്നത് രണ്ടാളുകളാണ് ഇവിടെ, ബിയും എല്ലും. അതുപോലെ സി ഉണ്ട്, എം ഉണ്ട്, അതുപോലെ ഡി ഉണ്ട്, എൻ, അതുപോലെ ഇ, ഒ, അതുപോലെ എഫ്, പി, ഇങ്ങനെ കുറെ ആളുകളുടെ കാര്യങ്ങൾ തന്നിരിക്കുകയാണ്. ഇവിടെ ഗാങ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമ്പിളില് ഇത് എങ്ങനെ വേണമെങ്കിലും ഗാങ് പ്ലാൻ കൊടുക്കാം. ഇപ്പൊ ഇത് തങ്ങളിൽ യോജിപ്പിക്കാം. ഞാനിവിടെ ഇത് തങ്ങൾ യോജിപ്പിച്ചത് നമ്മുടെ നോട്ട്സിൽ ഇത് തങ്ങളാണ് യോജിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇത് ഈ ഡിയും എന്നും തങ്ങളിലും യോജിപ്പിക്കാം. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ there are two ladders of authority. One is from A to F and another is from A to P. അങ്ങനെ രണ്ട് ലൈൻസ് ഓഫ് അതോറിറ്റി ആണ്. A gives order to B, B gives order to C, C gives order to D, D gives order to E, E gives order to F. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡില് A gives order to L, L gives order to M, M gives order to N, N gives order to O, O gives order to P. ഇങ്ങനെയാണ് ഓർഡർ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്നു, ക്ലാസ്സിൽ വന്ന ഉടനെ എനിക്ക് ഓർഡർ തരേണ്ടത് പ്രിൻസിപ്പലാണ്. ഓർഡർ എനിക്ക് തരേണ്ടത്. പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് വിചാരിക്കും, സാറേ നാളെ സാറ് ടെസ്റ്റ് പേപ്പർ ബിസിനസ് സ്റ്റഡീസിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടോ? യഥാർത്ഥത്തിൽ എനിക്ക് ഓർഡർ തരേണ്ടത് നിങ്ങളാണോ? നിങ്ങളല്ല, എന്റെ മേലുദ്യോഗസ്ഥനാണ്. അതായത് പ്രിൻസിപ്പളാണ് എനിക്ക് ഓർഡർ തരേണ്ടത്. മനസ്സിലായ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രിൻസിപ്പലാണ് എനിക്ക് ഓർഡർ തരേണ്ടത്, പക്ഷെ പ്രിൻസിപ്പൽ സ്ഥലത്തില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ വാശി പിടിക്കാണ്, പ്രിൻസിപ്പൽ പറഞ്ഞാലേ ഞാൻ കേൾക്കൂ. അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോഴേ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇവിടെ ഹെൻറി ഫയോൾ പറയുന്നത് ഈക്വൽ ലെവലിൽ നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ തങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ കൊടുക്കാം. ഞാനിപ്പോ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്നു, പഠിപ്പിക്കുന്നു, എനിക്ക് ഓർഡർ തരുന്നു. അക്കൗണ്ടൻസി എടുക്കുന്ന അധ്യാപകൻ എനിക്ക് ഓർഡർ തരുന്നു, ഓർഡർ തരാം. അതുപോലെ അക്കൗണ്ടൻസി എടുക്കുന്ന അധ്യാപകന് വേണമെങ്കിൽ എനിക്കും അങ്ങോട്ട് ഓർഡർ കൊടുക്കാം. പറയുന്നത് മനസ്സിലായ? അപ്പോഴേ സുപ്പീരിയർ തന്നെ ഓർഡർ കൊടുക്കണമെന്നില്ല. ഇപ്പോഴേ ഈ സ്കെയിലർ ചെയിൻ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ലീഡ് ടു ഡിലേ. In order to avoid delay, Henry Fayol suggests
a new concept. What is this suggestion? That is called a gangplank. Under gangplank, two persons holding equal level can communicate each other. രണ്ട് വ്യക്തികൾ തുല്യസ്ഥാനം വഹിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്, ആശയവിനിമയം ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ സ്കെയിലർ ചെയിൻ വഴിയേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് താമസം ഉണ്ടാകും. Not to avoid that delay, then we will suggest a new concept that is called gangplank. മനസ്സിലായോ? അവിടെ ഇതും ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ഗാങ് പ്ലാൻ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ തീർന്നിരിക്കുന്നു.